നോക്കിയ കൺമുന്നിൽ ഒരു സാമ്രാജ്യത്തിന്റെ ഉദയവും അസ്തമയവും. ഒരു കാലത്ത് മൊബൈൽ ഫോണുകളുടെ ലോകത്ത് ഒരേ ഒരു പേരിനായിരുന്നു ആധിപത്യം, നോക്കിയ. അതൊരു സാധാരണ കമ്പനി ആയിരുന്നില്ല, മറിച്ച് വിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിയ എന്ന ബ്രാൻഡ് ഭൂപടത്തിൽ നിന്നും മാഞ്ഞിരിക്കുന്നു. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ കൈകളിൽ ആദ്യമായി സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എത്തിച്ച ഈ ബ്രാൻഡ് എങ്ങനെയാണ് വിസ്മൃതിയിൽ ആണ്ടുപോയത്? ലോകത്തെ ബന്ധിപ്പിച്ച ഈ ഭീമന്റെ ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും കഥ ഇങ്ങനെ. നോക്കിയ അതിന്റെ പ്രതാപത്തിന്റെ കൊടുമുടിയിൽ നിന്ന കാലഘട്ടം, മൊബൈൽ ഫോൺ എന്ന ആശയത്തിന്റെ പര്യായമായി ആ ബ്രാൻഡ് മാറിയ സമയമായിരുന്നു അത്. ടെക്കികളിൽ നിന്നും കർഷകരിലേക്കും വിദ്യാർത്ഥികളിൽ നിന്ന് സിഇഒമാരിലേക്കും ഒരുപോലെ സ്വീകാര്യത നേടിയ നോക്കിയയുടെ സാന്നിധ്യം ലോകമെമ്പാടും ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു. നോക്കിയയുടെ ഈ സ്വീകാര്യതയ്ക്ക് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു. അവ കേവലം ഫീച്ചറുകൾ മാത്രമായിരുന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ സ്നേക്ക് ഗെയിം. ലളിതമായ ഈ ഗെയിം ഒരു വിനോദോപാധി എന്നതിലുപരി ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. മറ്റൊന്ന് ശക്തമായ ബാറ്ററി ലൈഫ് ആയിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ് ഉപയോക്താക്കൾക്ക് നൽകിയ വിശ്വാസം ചെറുതായിരുന്നില്ല. എറിഞ്ഞാലും വീണാലും പൊട്ടാത്ത ബോഡി നോക്കിയയുടെ ഈടുനിൽപ്പിന്റെ പ്രതീകമായി. ഇതിനെല്ലാം പുറമെ കണക്റ്റിംഗ് പീപ്പിൾ എന്ന ടാഗ് ലൈൻ, അതൊരു പരസ്യവാചകം മാത്രമായിരുന്നില്ല, ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു അത്. ഇത്തരത്തിൽ നോക്കിയ വിറ്റത് ഫോണുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു അനുഭവം തന്നെയായിരുന്നു. എന്നാൽ മാറുന്ന സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഒരു സാമ്രാജ്യവും സുരക്ഷിതമല്ല. അതിനുള്ള ഉദാഹരണമാണ് നോക്കിയയുടെ വീഴ്ച. ആർക്കും തടുക്കാനാവാത്തതെന്ന് തോന്നിച്ച നോക്കിയയുടെ വളർച്ചയുടെ കോട്ടവാതിലുകൾ പുതിയൊരു വിപ്ലവത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ആടിയുലഞ്ഞു. മൊബൈൽ വ്യവസായത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായ വഴിത്തിരിവായിരുന്നു 2007-2008 കാലഘട്ടം. ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉദയം ചെയ്ത കാലമായിരുന്നു അത്. 2007 ആപ്പിൾ ഐഫോൺ അവതരിപ്പിച്ചപ്പോൾ നോക്കിയയുടെ പ്രതികരണം തികഞ്ഞ പുച്ഛത്തോടെയായിരുന്നു. ബട്ടൺ ഇല്ലാത്ത ഫോൺ, കേവലം ഒരു കളിപ്പാട്ടം മാത്രം എന്നതായിരുന്നു നോക്കിയയുടെ വിലയിരുത്തൽ. വിപണിയിലെ തങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിൽ മതിമറന്ന നോക്കിയയ്ക്ക് ഉപഭോക്താക്കളുടെ ശീലം തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണതെന്ന് തിരിച്ചറിയാനായില്ല എന്നത് തീർത്തും ദൗർഭാഗ്യകരം. തൊട്ടടുത്ത വർഷം ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവതരിപ്പിച്ചു. ഏതൊരു നിർമ്മാതാവിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തുറന്ന പ്ലാറ്റ്ഫോം എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത. ഇത് നോക്കിയയുടെ പഴഞ്ചൻ സിസ്റ്റത്തിൽ നിന്നുള്ള വിപ്ലവകരമായ മാറ്റമായിരുന്നു. നോക്കിയ ചെയ്ത ഏറ്റവും വലിയ തന്ത്രപരമായ പിഴവ് തങ്ങളുടെ സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്നതാണ്. വേഗത കുറഞ്ഞ, ആപ്ലിക്കേഷനുകൾ ഇല്ലാത്ത, പുതുമയ്ക്ക് തയ്യാറല്ലാത്ത ആ സിസ്റ്റം തന്ത്രപരമായ ഒരു പരാജയമായി മാറി. ലോകമൊരു സ്മാർട്ട് എക്കോസിസ്റ്റത്തിലേക്ക് അതിവേഗം മാറുന്നത് തിരിച്ചറിയാൻ നോക്കിയ അമ്പേ പരാജയപ്പെട്ടു. വിപണിയിൽ തങ്ങളുടെ സ്ഥാനം വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ നോക്കിയ ഒരു വലിയ തീരുമാനമെടുത്തു. പിന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനിക്ക് മുന്നോട്ട് പോകുന്നതിനായി ധീരമായ ആ നീക്കം ആവശ്യമായിരുന്നു. എന്നാൽ വളർന്നു വരുന്ന ആൻഡ്രോയിഡ് സാമ്രാജ്യത്തിൽ പങ്കുചേരാനല്ല നോക്കിയ തീരുമാനിച്ചത്, മറിച്ച് ശൂന്യതയിൽ നിന്ന് മൂന്നാമതൊരു ശക്തിയെ വാർത്തെടുക്കുക എന്ന അസാധ്യമായ ദൗത്യമായിരുന്നു അവർ തിരഞ്ഞെടുത്ത വഴി. അവർ മൈക്രോസോഫ്റ്റുമായി കൈകോർത്ത് വിൻഡോസ് ഫോൺ പ്ലാറ്റ്ഫോം സ്വീകരിച്ചു. വിപണിയിൽ ചില്ലറ മാറ്റങ്ങൾക്ക് ഇത് വഴിതെളിച്ചെങ്കിലും ഈ പങ്കാളിത്തം തികഞ്ഞ പരാജയമായിരുന്നു. ശതകോടികളുടെ പിഴവ് എന്നാണ് ഈ നീക്കത്തെ വിലയിരുത്തപ്പെട്ടത്. വിൻഡോസ് ഫോണിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു. വൈകിയെത്തിയ ആശയം, ഡെവലപ്പർമാരില്ല, ആപ്ലിക്കേഷനുകളുടെ കുറവ്, ഉപഭോക്താക്കൾക്ക് ആശയക്കുഴപ്പം, വൈകി വിപണിയിൽ എത്തിച്ചേർന്നത്, ഇവയെല്ലാം തന്നെ വിൻഡോസിന്റെ തിരിച്ചടികളായി മാറി. അപ്പോഴേക്കും ലോക വിപണി ആൻഡ്രോയിഡ് ഐഫോൺ കൂട്ടുകെട്ട് കീഴടക്കിയിരുന്നു. മൂന്നാമതൊരു പ്ലെയർക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഈ തെറ്റായ പങ്കാളിത്തത്തിന്റെ ഫലമായി നോക്കിയയുടെ ഒരു കാലത്തെ ശക്തമായ ബ്രാൻഡും വിപണിയിലെ ആധിപത്യവും അതിവേഗം ഇല്ലാതായി. നോക്കിയയുടെ മൊബൈൽ ഫോൺ ബിസിനസ്സിലെ അവസാന അധ്യായം അവിടെ കുറിക്കുകയായിരുന്നു. നോക്കിയ തങ്ങളുടെ മൊബൈൽ ബിസിനസ് വിൽക്കാൻ തീരുമാനിച്ചത് ഒരു സാധാരണ കോർപ്പറേറ്റ് ഇടപാട് മാത്രമായിരുന്നില്ല. ഒരു സംസ്കാരത്തിന്റെയും ഒരു യുഗത്തിന്റെയും അന്ത്യം കുറിക്കലായിരുന്നു അത്. 2013 കമ്പനി തങ്ങളുടെ മൊബൈൽ വിഭാഗം മൈക്രോസോഫ്റ്റിന് വിറ്റപ്പോൾ നോക്കിയയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു കടുത്ത നിശബ്ദത തളം കെട്ടി.
അതൊരു കമ്പനിയുടെ വിൽപ്പന മാത്രമായിരുന്നില്ല, ഒരു കാലത്തിന്റെ മധുരമായ ഓർമ്മകൾക്ക് അവസാനം കുറിക്കലായിരുന്നു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഫോൺ ജനകീയമാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉപഭോക്താക്കൾക്കോ ആപ്പ് ഡെവലപ്പർമാർക്കോ അത് സ്വീകാര്യമായില്ല. 2016 നോക്കിയ ഫോൺ പ്രഖ്യാപനങ്ങൾ അവസാനിച്ചു. ഒരിക്കൽ 40% മൊബൈൽ മാർക്കറ്റ് പിടിച്ചിരുന്ന ബ്രാൻഡ് ഇന്ന് ഒരിടത്തും കാണാനില്ല. അങ്ങനെ നോക്കിയ എന്ന മൊബൈൽ ഫോണിന് തത്വത്തിൽ അവസാനമായി. എന്നാൽ മറ്റൊരർത്ഥത്തിൽ നോക്കിയ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ടെലികോം നെറ്റ്വർക്കുകൾ, 5G സാങ്കേതികവിദ്യ എന്നിവയുടെ മേഖലയിലാണ് നോക്കിയ ഇന്ന് പ്രവർത്തിക്കുന്നത്. കമ്പനി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ പഴയ പ്രതാപം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല. നോക്കിയയുടെ തകർച്ചയ്ക്ക് കാരണം ഒരു സാങ്കേതിക മികവില്ലായ്മ മാത്രമായിരുന്നില്ല, മറിച്ച് മാറ്റത്തെ നിരസിച്ചതായിരുന്നു. നോക്കിയയുടെ വീഴ്ച ഇന്നും സംരംഭക ലോകത്തെ വൻ വീഴ്ചകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നോക്കിയ ആഗോള ബിസിനസ് സംരംഭങ്ങൾക്ക് എങ്ങനെ മാറ്റത്തെ ഉൾക്കൊള്ളണം എന്നത് സംബന്ധിച്ച ഓർമ്മപ്പെടുത്തലാണ്.